ഭക്ഷണം കൊടുക്കുമ്പോൾ പിള്ളേരെ പറഞ്ഞ് പേടിപ്പിക്കില്ല, കോക്കാച്ചി വരുമ്പോൾ അല്ലെങ്കിൽ കഴിച്ചോ കിടന്നുറങ്ങിക്കോ. അതിന്റെ ഒരു ആക്ച്വൽ പേര് എന്ന് പറഞ്ഞാൽ അഞ്ചക്കള്ള കോക്കാൻ എന്നുള്ള ഇതാണ്. ഇരുട്ടിൽ എവിടെ മറിഞ്ഞിരിക്കുന്ന നമുക്കറിഞ്ഞൂടാ, ഇംഗ്ലീഷിൽ ബൂഗിമാൻ എന്നൊക്കെ പറയുന്ന പോലെ. അതാണ് ആ ടൈറ്റിലിന്റെ അർത്ഥം. നമ്മൾ പറയുന്നത് ഒരു 90% അവൻ കേൾക്കുകയും അവൻ പറയുന്നത് 10% ഞാൻ കേൾക്കുകയും പറയുന്നൊരു പരിപാടിയാണല്ലോ. ചേട്ടൻ ഇത് മാറിയിട്ട് അനിയൻ നമ്മളോട് പറയുന്നത് നമ്മൾ കേൾക്കുക. അടുത്ത് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ എതിരഭിപ്രായം ഉണ്ടെങ്കിലും അങ്ങനെ മിണ്ടാൻ പറ്റാതിരിക്കുക എന്നുള്ളതിന്റെ ഒരു രസമുണ്ട്. അതാണ് റഹ്മാൻ ഖാലിദിനോടും മുഹസിൻ ബരാരിനോടും മിസ്റ്റർ ആഷിഖ് ഉസ്മാനോടൊക്കെ പറയാനുള്ളത്. ഞങ്ങൾക്ക് ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് തല്ലുമാല 2 വരണം, തല്ലുമാല 2. അപ്പൊ ഇവരൊക്കെ അവിടെ നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു റിയൽ ടൈം ക്യാരക്ടറാണ്. എൻ്റെ ഒരു സീനാണ് ഞാൻ ചെയ്തത് ഈ രോമാഞ്ചത്തിൽ. ആ ക്യാരക്ടറിന്റെ തന്നെ അതിന്റെ യഥാർത്ഥ പേര് ഇപ്പോൾ എൻ്റെ അതിനകത്ത് പേരാണോ അതിൽ പി രംഗാന്നാണോന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് ഒരാളുണ്ടായിരുന്നു, മനസ്സിലായോ? അയാളുടെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഇതാണ് ഈ ആവേശത്തിൽ പറയുന്നത്. ചെമ്പൻ വിനോദ്, ഉല്ലാസ് ചെമ്പൻ, ലുക്മാൻ 3 പേരുമാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഉല്ലാസ് ചേട്ടൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം പാമ്പിച്ചി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം എനിക്ക് ഭയങ്കര അപ്പീലിംഗ് ആയി തോന്നിയത്. എനിക്ക് അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയൊരു ഷോർട്ട് ഫിലിമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രിവ്യൂ ഒക്കെ വെച്ചിരുന്നു. ഇപ്പോൾ പാമ്പിച്ചിയിലാണെങ്കിലും ഒരു ഫോക്ക് ലോർ, ഒരു പൊട്ടൻ തെയ്യത്തിൻ്റെ ഒക്കെ അതിൻ്റെ വയലൻസ് ആയിട്ടുള്ളൊരു ബ്ലെൻഡിങ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിൻ്റെ ടൈറ്റിൽ അഞ്ചക്കള്ള കോക്കാൻ എന്നാണ് ടൈറ്റിൽ. എങ്ങനെയാണ് ഈ ടൈറ്റിലേക്ക് വന്നത്? എന്താണ് സിനിമയും ആ ടൈറ്റിലുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? നമ്മൾ പറയുന്നത് ഈ അഞ്ചക്കള്ള കോക്കാൻ പോലത്തെ ഒരു പൊറാട്ട് എക്സിസ്റ്റ് ചെയ്തിരുന്നു കുറച്ച് കാലം മുമ്പ് കേരളത്തിൽ. അതായത് ഈ കുട്ടികളെയൊക്കെ പൊറാട്ട് നാടകങ്ങളുടെ ഇടയിൽ തന്നെ നടക്കുന്ന കുട്ടികളെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആർട്ടിസ്റ്റുകൾ കളിച്ചിരുന്ന ഒരു പൊറാട്ട് നാടകമായിട്ടുണ്ടായിരുന്നു. നമ്മൾ പടത്തിൽ അത് കാണിക്കുന്നില്ല, പക്ഷേ ആ ഒരു അതിൻ്റെ ഒരു ചെരുവുകളൊക്കെ എടുത്തിട്ട് നമ്മൾ പടത്തിൽ ടോട്ടാലിറ്റിയിൽ കുറച്ച് എന്താ പറയുക, അതിൻ്റെ ഒരു ടോപ്പ് ലെയറിലല്ല, പക്ഷെ അതിൽ ഉണ്ട് പടത്തിൽ. നമ്മുടെ പടത്തിൽ ഒരു പൊറാട്ട് നാടകത്തിന്റെ ചെറിയൊരു ഫീല് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പൊറാട്ടുണ്ട്. പിന്നെ അതൊരു കഥാപാത്രം ഹെയിൽ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു പൊറാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. പുള്ളി ചെറുപ്പത്തിൽ പൊറാട്ടൊക്കെ കളിച്ചിരുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രവും നമ്മുടെ പടത്തിലുണ്ട്. ഒരു ഫ്ലാഷ് ബാക്കിൽ അങ്ങനെ കുറച്ച് പൊറാട്ട് നാടകങ്ങളെ കുറിച്ച് പറയുന്നൊക്കെ ഉണ്ട്. ഈ കോക്കാച്ചി, അതെ, ഈ കോക്കാച്ചി ഇപ്പോൾ നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ പിള്ളേരെ പറഞ്ഞ് പേടിപ്പിക്കില്ല, കോക്കാച്ചി വരുമ്പോൾ അല്ലെങ്കിൽ കഴിച്ചോ കിടന്നുറങ്ങിക്കോ. അതിന്റെ ഒരു ആക്ച്വൽ പേര് എന്ന് പറഞ്ഞാൽ അഞ്ചക്കള്ള കോക്കാൻ എന്നുള്ള ഇതാണ്. ഇരുട്ടിൽ എവിടെ മറിഞ്ഞിരിക്കുന്ന നമുക്കറിഞ്ഞൂടാ, ഇംഗ്ലീഷിൽ ബൂഗിമാൻ എന്നൊക്കെ പറയുന്ന പോലെ. അതാണ് ആ ടൈറ്റിലിന്റെ അർത്ഥം. പിന്നെ ഇതൊരു പൊറാട്ടാണ്. അപ്പോൾ പടത്തിൽ കുറച്ചും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ടൈറ്റിൽ. ഫോക്ക് ഇതിലും പാമ്പിച്ചി പോലെ തന്നെ ഉണ്ട്. പാമ്പിച്ചിൽ ഡയറക്റ്റ് ആണെങ്കിൽ കുറച്ച് ഇതിൽ ഇൻഡയറക്റ്റ് ആണ് മാത്രം. ഫോക്ക് ഉണ്ട്. ഇപ്പൊ ചെമ്പൻ ചേട്ടൻ്റെ ഇതില് ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര റോ ആയിട്ട് ഭയങ്കര റസ്റ്റിക് ആയിട്ടുള്ളൊരു ട്രെയിലറാണ്. ഭയങ്കര വയലൻസും ഒക്കെ ഉള്ള ഒരു ട്രെയിലർ. ഇപ്പോൾ ചേട്ടനും ഈ ഇപ്പോൾ റോ റസ്റ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മുമ്പും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വാതന്ത്ര്യ അർദ്ധരാത്രി നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഒരു പരിധിവരെ തല്ലുമാലത്തെ ക്യാരക്ടറൊക്കെ അങ്ങനെ റോ റസ്റ്റിക് ആണ്. അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഈ അഞ്ചക്കള്ള കോക്കാനിൽ എന്തായിരിക്കും ഒരു ഹൈ എന്താണ് ഈ ഇതിനപ്പുറം? ഇപ്പോൾ എന്താ പറയുക, വെരി പേഴ്സണലി എൻ്റെ ഒരു ഫസ്റ്റ് ഹൈ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ അനിയൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അവൻ്റെ അതിനു മുമ്പൊക്കെ നമ്മൾ പറയുന്നത് ഒരു 90% അവൻ കേൾക്കുകയും അവൻ പറയുന്നത് 10% ഞാൻ കേൾക്കുകയും പറയുന്നൊരു പരിപാടിയാണല്ലോ. ചേട്ടൻ ഇത് മാറിയിട്ട് അനിയൻ നമ്മളോട് പറയുന്നത് നമ്മൾ കേൾക്കുക. അടുത്ത് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ എതിരഭിപ്രായം ഉണ്ടെങ്കിലും അങ്ങനെ മിണ്ടാൻ പറ്റാതിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു രസമുണ്ട്. അപ്പം ഞാനത് പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ്. അതല്ലാതെ എൻ്റെ ത്രില്ലെന്ന് വെച്ചാൽ ഇപ്പം ഇത്രയും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അതിന്റെ ഷെയ്ഡ് എന്താണെന്ന് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. പോലീസ് കഥാപാത്രമാണ്, പക്ഷെ അത് ഇങ്ങനത്തെ ഒരു ഷെയ്ഡുള്ള ഒരു പോലീസ് ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്വഭാവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇതിനോടൊപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറായിരുന്നു. അതാണ് അത് രണ്ടുമാണ് എന്നെ ലൈക്ക് എന്താ പറയുക വ്യത്യസ്തമായിട്ടെന്ന് പറയും. അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഹൈ ഇത് രണ്ടുമാണ്. ഈ അനിയൻ ചെയ്യുന്നതിൽ നമ്മളത് കേട്ട് അഭിനയിക്കുന്നു. രണ്ടാമത്തെ അത് തീർച്ചയായിട്ടും ഹൈ ആണല്ലോ. നമ്മൾ ഇപ്പോൾ ഞാനും ഉല്ലാസം തമ്മിൽ ഒരു 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്, 10-11 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഭയങ്കര അനിയൻ തന്നെയാണ്. അപ്പോൾ അവൻ വളർന്നു വന്ന് ഒരു ഏരിയയിൽ വരുമ്പോൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളതനുസരിച്ച് ഇപ്പോൾ ഞാനും ലുക്മാനും അല്ലെങ്കിൽ മേഘ അല്ലെങ്കിൽ വേറെ നമ്മുടെ കോർട്ടിസ്റ്റൊക്കെ അതിനെ ഞാൻ ആസ് എ ചേട്ടൻ നോക്കി കാണുന്ന ഒരു ആംഗിളുണ്ട്. അത് വെരി പേഴ്സണലാണ്. അത് സിനിമയായിട്ട് അങ്ങനെ വേറെ ബന്ധങ്ങളില്ല. പക്ഷേ ആ സിനിമ ഉള്ളതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതൊരു ഭയങ്കര ഹൈ ആയിരുന്നു.
പാരലി ഈ ക്യാരക്ടർ ചെയ്യാൻ ഞാൻ ഇതുവരെ ഇപ്പം നമ്മൾ സ്വന്തം ബ്രദറിൻ്റെ സിനിമ വരുന്നു, അതിൽ നമ്മൾ ചെയ്തിട്ടുള്ള ടൈപ്പ് ഒരു ക്യാരക്ടർ ചെയ്യുന്നതിൽ വലിയ ഫൺ നമ്മളൊക്കെ ബ്രദറിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നതിൽ എന്നതിലുപരി നമ്മൾ ചിലപ്പോൾ അത് കുറേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇത് വേറൊരു ടൈപ്പ് ഒരു ഇതിനകത്തേക്കൊക്കെ പോകുക, അങ്ങനെയൊക്കെ ഇത് അങ്ങനെയല്ല. അപ്പോൾ അതും എന്താ പറയുക ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ സിനിമയെ ഞാൻ സമീപിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. ലൈക്ക് ആ ക്യാരക്ടർ അങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മളൊരു ഇപ്പോൾ ഒരു നല്ല ആളെന്ന് പറയുമ്പോൾ അയാൾ ഭയങ്കര എല്ലാം നല്ല കാര്യങ്ങളെന്ന് പറയുന്ന ഡയലോഗ്സ് എല്ലാം നല്ലതായിരിക്കും, അല്ല ചീത്ത ആളെന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ. ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പുള്ളി ഒരു എന്താ പറയുക ഒരു നന്മയുടെ പ്രതിരൂപമോ അല്ലെങ്കിൽ തിന്മയുടെ മാത്രം രൂപമോ അങ്ങനെയല്ലോ, മിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ആ മിക്സിങ് പല അളവിലും ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ കുറേ വേരിയേഷൻ. ചെമ്പൻ വിനോദിനെ ഈ ക്യാരക്ടറിലേക്ക് കാസ്റ്റ് ചെയ്യുന്നതെന്ന് എടുക്കുന്ന ഡിസിഷൻ കുറച്ച് റിസ്ക് ആണല്ലോ. കാരണം ഈ പറഞ്ഞ പോലെയുള്ള കോൺഫ്ലിക്റ്റും ഇതൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് ആദ്യ ആലോചന ചിലപ്പോൾ ഉണ്ടാവും. അതൊക്കെ ആദ്യം തന്നെ എടുത്ത ഡിസിഷൻ ആണോ? അതെ, നമ്മൾ ആദ്യമേ തന്നെ പടത്തിന്റെ ആദ്യത്തെ ഡിസ്കഷനിൽ തന്നെ അങ്ങനെ തന്നെ ഇത് ചേട്ടൻ ചെയ്യണം. പിന്നെ ചേട്ടന് ഇൻട്രസ്റ്റഡ് ആയിരുന്നു അത് ചെയ്യാനായിട്ട്. നമുക്ക് വേറൊരു ക്യാരക്ടറും ഈ പടത്തിൽ വേണമെങ്കിൽ നമുക്ക് പിടിച്ച് നോക്കാം എന്ന് പറഞ്ഞു. ഇല്ലടാ ഞാൻ ഇത് തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ പേര് തന്നെ ചേട്ടൻ്റെ ഒരു സുഹൃത്തിന്റെ പേര് കടമെടുത്താണ് ഞാൻ ചേട്ടൻ ഇട്ടിരിക്കുന്നത്, ഈ ക്യാരക്ടറിന്റെ പേര്. അതൊക്കെ പുള്ളിനെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവണം. ഈ ലുക്മാൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ അഴിഞ്ഞാടിയ ഒരു കഥാപാത്രം അല്ലെങ്കിൽ സീന് ഉണ്ടേലെ പോലീസ് കഥാപാത്രം തന്നെയാണ്. ഉണ്ടേല ബിജു എന്ന് പറഞ്ഞ പോലീസ് കഥാപാത്രത്തിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ സീന്. അല്ലെങ്കിൽ അതും എനിക്കിപ്പോൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ തല്ലുമാല ആ കറങ്ങിയിട്ടുള്ള ആ ചവിട്ടൊക്കെയാണ്. രണ്ട് സീക്വൻസ് ആണ് ഭയങ്കരമായിട്ട് ആലോചിക്കുന്നത്. വീണ്ടും ഇതിലും ഒരു പോലീസ് കഥാപാത്രം തന്നെയാണ് വരുന്നത്. എന്താണ് അഞ്ചക്കള്ളക്കോക്കാനിലെ പോലീസ് എന്താണ് ശരിക്കും? അഞ്ചക്കള്ളക്കോക്കാനിലെ പോലീസ് ഒരിക്കലും ഉണ്ടേലെ ഒരു തരത്തിലും ഉണ്ടേടെ ഷെയ്ഡ്സ് ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല, ഒരു തരത്തിലും ഇല്ല. സിനിമക്കും ഇല്ല, ക്യാരക്ടറിനും ഇല്ല, വേറെ എന്തെങ്കിലും ഡിഫറെന്റ്. അഞ്ചക്കള്ളക്കോക്കാനില് ഈ വസുദേവൻ എന്നുള്ളതാണ് ക്യാരക്ടറിന്റെ പേര്. വസുദേവൻ ഒരു അവിടെ ആദ്യം ജോയിൻ ചെയ്യാൻ വരുന്ന ഒരു സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാൻ വരുന്ന ഒരു പോലീസുകാരനാണ്. പുതിയൊരു ആദ്യമായിട്ട്, അതായത് ക്യാമ്പിൽ പോലും പോവാതെ ഡയറക്ടറുടെ ഇലക്ഷനായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്നത്. അയാളൊരു ട്രാവൽ ഉണ്ട്. ഞാൻ ബേസിക്കലി സിനിമയിലോട്ട് ഞാൻ ഇന്നാവുന്നത് ഇത് കേൾക്കുമ്പോൾ ഉണ്ടായ എക്സൈറ്റ്മെന്റും ഡയറക്ടർക്ക് അതിലുണ്ടായ അതൊരു ഐഡിയ ഉണ്ടല്ലോ. നമ്മളത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പുള്ളി വെൽ പ്രിപ്പയർഡ് ആണ്, നമ്മൾ ചെന്നാൽ മതി. അങ്ങനത്തെ ഒരു ടീമിലൂടെ നമുക്ക് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മള് അതിപ്പോ ഇപ്പൊ ഉല്ലാസ് എന്ന് മാത്രമല്ല, ഉല്ലാസിന്റെ ടീമൊക്കെ ആയാലും ഇവർക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഞാൻ ലുക്മാനും ഞങ്ങൾ സപ്തമശ്രീ മുതൽ ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് ചെയ്തില്ലെങ്കിലും നമ്മൾ ചെയ്ത സിനിമകളൊക്കെ അതൊരു ഫാഷൻ. ഇപ്പം നമ്മൾ പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെയാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇപ്പം ഞാനത് 73-75 സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് വരുമ്പോൾ നമ്മളൊരു ടീമിലെടുത്താലും നമ്മളിപ്പോൾ ചില ഡയറക്ടേഴ്സിനോട് റൈറ്റേഴ്സിനും നമ്മൾ ചില സംശയങ്ങൾ വെച്ചിട്ട് അതിൻ്റെ ഒരു സെക്കൻഡ് ലെയർ തേർഡ് ലെയറിലൊക്കെ ആകുമ്പോൾ അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. കാരണം അവരിപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ പറ്റി അത്ര ആലോചിച്ചിട്ടുണ്ടാവുള്ളൂ, ഒരു 2 ലെയറിൽ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു അഭിനയിക്കാനായിട്ട് കുറച്ചുകൂടി ഒരു ഈസിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു 3-4 ലെവൽ ഡീപ്പിലേക്ക് പോകുമ്പോൾ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല. ഉല്ലാസിനോട് ഇപ്പോൾ മേഘയായാലും അല്ലെങ്കിൽ ലുക്കൊക്കെ ആയാലും പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അന്വേഷിക്കുമല്ലോ, ലൈക്ക് എങ്ങനെയാണ് നിങ്ങൾ കംഫർട്ടബിൾ അല്ലേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആസ് എ പ്രൊഡ്യൂസർ ചോദിക്കുമ്പോൾ അവർ എല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെന്ത് സംശയം ചോദിച്ചാൽ ഇവനോ ഉല്ലാസിൻ്റെ ടീമിന് വ്യക്തമായ മറുപടി ഉണ്ട്, ഇത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇത് ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ എന്താ പറയുക, ഉല്ലാസിൻ്റെ ടീമിന് വേണമെങ്കിൽ കുറച്ച് റിലാക്സ് ചെയ്തിട്ടൊക്കെ ഷൂട്ട് ചെയ്യാം. ഡെഫിനറ്റ്ലി ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ഫ്രീഡവും ഉണ്ട്. അപ്പോൾ അത് നമുക്കും പ്രശ്നമല്ല. നമ്മളെപ്പോഴും ഒരു മേക്കറുടെ ഫ്രീഡത്തിന് നമ്മൾ ചോദ്യം ചെയ്യാറില്ല. അയാൾ ഏത് രീതി ഒച്ചമ്പോളെടുത്ത് ചിലർ ഷൂട്ട് ചെയ്യും, ചിലർ പതുക്കെ ഷൂട്ട് ചെയ്യും, ഇതൊക്കെ നമുക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ നമ്മളെ എപ്പോഴും അത്ഭുതപ്പെടുത്തി വെച്ചാൽ ഉല്ലാസിന് മാത്രമല്ല, ഉല്ലാസിൻ്റെ അസിസ്റ്റ് ചെയ്ത ആൾക്കാർക്കും അവൻ്റെ ടെക്നിക്കൽ ക്രൂവിനും എല്ലാവർക്കും ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. പിന്നെ ഇവർ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും അവിടെ അന്വേഷിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവരെന്ത് എപ്പോൾ നോക്കിയാലും ഇവരിതിനെപ്പറ്റിയും ഇവരിത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഷോട്ട് ചെയ്യുമ്പോൾ മാറി നിന്ന് വേറെ തമാശ പറയും. ഇപ്പോൾ സാധാരണ സിനിമകളിൽ ചിലപ്പോൾ ഡയറക്ടറും അല്ലെങ്കിൽ ക്യാമറമാനൊക്കെ വന്ന് നമ്മൾ എന്തെങ്കിലും തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ കയറി പണിയിലേക്ക് പോവാം. ഇവർ ആ പൊട്ടിച്ചിരികളിൽ ഉണ്ടായിരുന്നില്ല. ഇവർ അല്ല അത് നിങ്ങൾ പൊട്ടിച്ചിരിക്കുക എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എനിക്ക് എല്ലാം ഞാൻ പറഞ്ഞില്ല, എല്ലാം ആസ് എ ബ്രദർ അവനത് അങ്ങനെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന അതിൻ്റെ സന്തോഷം കൊണ്ട് പാരലി സിനിമയും നന്നായിട്ട് അത് പോകുന്നു, വെൽ എക്സിക്യൂഷൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഞാൻ അതിനെ കണ്ടുകൊണ്ടിരുന്നത്. അതാണ് ക്ലാരിറ്റി. അതുകൊണ്ട് നമുക്ക് എളുപ്പമായിരുന്നു ആക്ടർ, നമുക്ക് അത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ ഉല്ലാസ് ബ്രോ എന്നോട് പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഉണ്ടയിൽ നിന്നെ കണ്ടതാണ്, നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടിയല്ല, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പിടിക്കണം, ഇങ്ങനെ ആവണ ആള്. അപ്പോൾ അത് നമ്മളെപ്പോഴും ത്രൂ ഔട്ട് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഈ ചെമ്പൻ ചേട്ടൻ സിനിമയിലേക്ക് വന്നത് ഭയങ്കര അങ്ങനെ
സിനിമയിലേക്ക് വരണം എന്ന ആഗ്രഹത്തിലല്ല, ഭയങ്കര ഇതായിട്ടാണ് വന്നത്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വന്നത്. ഇപ്പോൾ നായകനിൽ വരുമ്പോൾ പോലും അവിടെ ലിജോ ആയിട്ടുള്ള ഒരു കംഫർട്ട് സ്പേസ് ഉണ്ട്, അങ്ങനെ വരുന്നൊരു ഇതാണ്. ഉല്ലാസത്തെ സംബന്ധിച്ച് ഇങ്ങനെ സിനിമ ഡയറക്ടോറിയൽ എന്നൊക്കെ ഉള്ളത് അത്രയും ഉറപ്പോടെ ഇപ്പോൾ അങ്കമാലിയിലെ പോലീസ് കഥാപാത്രമൊക്കെ ചെയ്യുന്നതിന് മുമ്പും അത്ര ഉറപ്പോടെ ഉണ്ടോ? ഇല്ല, ഞാൻ പുറത്ത് ജോലി ചെയ്ത് അങ്ങനെ ഒരു ലൈഫിലോട്ട് ഓൾറെഡി സെറ്റിൽ ആയിട്ട് ആയിരുന്നു. സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു, ചെറുപ്പം മുതലേ ധാരാളം സിനിമകൾ കാണായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ വന്നു, അങ്കമാലി പാനത്ത് അഭിനയിക്കുന്ന അതിൻ്റെ ആക്ടിങ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി അടുത്തുനിന്ന് കാണാൻ പറ്റി. നമുക്ക് എന്തൊക്കെയാലും ഇഷ്ടമാണ്. അതായത് അങ്കമാലി ഡയറീസ് ബേസിക്കലി ഉല്ലാസാണ് എക്സിക്യൂട്ട് ചെയ്തത്. കാരണം എനിക്ക് ഞാൻ വേറെ സിനിമയുടെ ഷൂട്ടൊക്കെ ആയിട്ട് തൃശ്ശൂരായിരുന്നു, അപ്പം എനിക്ക് ഉണ്ടാവാൻ പറ്റിയില്ല. അപ്പം അത് മാത്രമല്ല ഉല്ലാസാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പം അതിൽ നിന്ന് നമുക്ക് ഈ മീഡിയത്തിനോട് താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട്, സിനിമ കാണാനാണോ ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ നമുക്കും ചെയ്യാൻ പറ്റിയായിരിക്കും. അപ്പോൾ പാമ്പിച്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്തത്. ഞാൻ ഒരു വ്യൂവറിനെ എൻ്റർടൈൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ. ഒരുപാട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഒരു തെയ്യൊന്നും എടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയല്ല. അപ്പോൾ ഞാൻ അത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ് ചെക്ക് ചെയ്തത്. അതിൽ ഓക്കെ ആണെങ്കിൽ ഐ ക്യാൻ ട്രൈ, ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതി നോക്കാം, അത് വർക്കാണെങ്കിൽ സിനിമ ചെയ്ത് നോക്കാം. അങ്ങനെയായിരുന്നു. ടോട്ടലി വേറെ ജോലിയായിട്ട് എന്താ പറയുക, ഭാഷ പ്രൊഡ്യൂസേഴ്സ് ഞാനല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ സജിൻ, ഹംസ, ഇവരൊക്കെ ആയാലും നമ്മളിത് പറഞ്ഞപ്പോഴും ഇപ്പം പാമ്പിച്ചി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഇവൻ ചെയ്തിട്ട് ആക്ച്വലി ഇവൻ അത് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ 2018 തുടക്കത്തിലൊക്കെയാണ്. അതിന് പിന്നെ കൊറോണ വന്നപ്പോൾ ഇവൻ ഓസ്ട്രേലിയയിൽ സ്റ്റക്കായപ്പോൾ അതിൻ്റെ ഡബിങ് കാര്യങ്ങളും ഇവൻ തന്നെ ഇവിടെ വന്ന് ബാക്കിയുള്ളവർ ചെയ്യിക്കണല്ലോ. അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അത് റിലീസായപ്പോൾ, ഓൺലൈൻ റിലീസായപ്പോൾ കാന്താര എന്ന് പറഞ്ഞ ഫിലിം, അല്ല ഞാൻ എൻ്റെ ഒരു പേഴ്സണലി ഞങ്ങളുടെ ടീമിൻ്റെ, അപ്പോൾ കാന്താര എന്ന് പറഞ്ഞ ഫിലിം നല്ല ഹിറ്റായിട്ട് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് റിലീസായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് രണ്ട് കമൻസ് എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തന്നിട്ട്, അപ്പോൾ അതിനകത്ത് ചെയ്യുന്ന വെച്ചാൽ എന്തുവാടേ ഒരു ഹിറ്റ് പടം വന്നാൽ അപ്പം തന്നെ അത് വെച്ചിട്ട് ഷോർട്ട് ഫിലിം അടിച്ചിറക്കുവാണോ എന്നാണ് കമൻറ്റ് വന്നത്. ബാഡ് കമൻറ്റാണ്, ലൈക്ക് നമ്മളെ സംബന്ധിച്ച്. പക്ഷേ ഞങ്ങളത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ അങ്ങനെ ഒരു ഹിറ്റ് ഫിലിം, അതായത് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് ഫിലിമാണ്. അപ്പോൾ ആ ഫിലിം 23 അങ്ങനെ വന്ന, അല്ലെങ്കിൽ 22 ലാസ്റ്റോ എനിക്ക് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, വന്ന് അങ്ങനെ ഹിറ്റായെങ്കിൽ ഇത് അതിൻ്റെ ഒരു വളരെ വേറെ ടൈപ്പ് ഒരു ചെറിയ രൂപം, ഇങ്ങനത്തെ ഫോക്കും ഇതും എല്ലാം കൂടി മിക്സ് ചെയ്ത് ചെറിയ രൂപം ഞാൻ നോക്കുമ്പോൾ എൻ്റെ അനിയൻ 2018 ഷോർട്ട് ഫിലിമായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. റിയാലിറ്റിയിൽ അത് അങ്ങനെയാണല്ലോ. ഇപ്പോൾ നേരത്തെ ചിലപ്പോൾ അവരും വളരെ നേരത്തെ ചിന്തിച്ചതായിരിക്കാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഹിറ്റ് സിനിമയുടെ ടൈപ്പ് ഒരു സാധനമാണ് അവൻ ഷോർട്ട് ഫിലിമായിട്ട് ചെയ്തത്. വിച്ച് മീൻസ് അവനൊരു സ്ക്രിപ്റ്റായിട്ട് ഒരു ഫുൾ ഫീച്ചർ ഫിലിമിൻ്റെ സ്ക്രിപ്റ്റായിട്ട് വരുമ്പോഴും അവൻ്റെ തോട്ട്സ് അതേപോലെ ഇന്നോവേറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ എന്താ പറയുക ഈ ടൈമിലെ പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ടൈപ്പ് ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് ഡെഫിനറ്റ്ലി പാമ്പിച്ചിന്ന് ഉണ്ടായതാണ്. പാമ്പിച്ചി എനിക്കറിയാലോ അത് ഏത് ടൈമിൽ ഇവൻ എഴുതിയതാണ്, എങ്ങനെ ഷൂട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ അതും ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു പാമ്പിച്ചിയാണ് ഞങ്ങളെയും. അല്ലാതെ ഇപ്പോൾ എൻ്റെ അനിയനെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ സെൻറ്റിമെൻറ്റ്സ് ആലോചിക്കാം, പക്ഷേ എൻ്റെ കൂടെയുള്ള കോ പ്രൊഡ്യൂസേഴ്സ് അത് ആലോചിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എനിക്ക് അവരങ്ങനെ നിർബന്ധിച്ച് ഇല്ല എൻ്റെ അനിയൻ്റെ പടമാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ പറയുന്നത് ശരിയല്ല. അപ്പോൾ എനിക്ക് തന്നെ ഒരു ബിലീഫ് വേണമല്ലോ. ഐ മീൻ റാദർ ദാൻ എ ബ്രദർ, എനിക്ക് ഞാൻ വേറെ ഇൻഡിവിജ്വലാണ്, ഉല്ലാസ് ജോസ് ചെമ്പൻ വേറെ ഇൻഡിവിജ്വലാണ്. അപ്പോൾ അദ്ദേഹം ആ സിനിമ ചെയ്യുമോ ഇല്ലയോ, അതായത് കേപ്പബിൾ ആണോ എന്നുള്ളത് കൂടി നമ്മൾ നോക്കുമല്ലോ. അപ്പം നമ്മളിങ്ങനെ ക്രൈറ്റീരിയയിലാണ്, അവർ കമൻറ്റിൽ നിന്നാണ് ബേസിക്കലി അപ്പോൾ ഈസ് ട്രാവലിംഗ് വിത്ത് ദ കറന്റ് സെനാരിയോ എന്നുള്ളതുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. റിസപ്ഷൻ ഒരു കോൺഫിഡൻസ് ആയിട്ട് ഉണ്ടല്ലോ, ഒരു പേഴ്സണലി അല്ല റിസപ്ഷനേക്കാളും ഞാൻ എൻ്റെ വലിയ ക്രിട്ടിക് ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് കാണുമ്പോൾ അറിയാം ഇന്ന ഏരിയ വർക്കായിട്ടുണ്ട്, ഇന്ന ഏരിയ വർക്കായില്ല, ഞാൻ തന്നെ കണ്ട് മനസ്സിലാക്കുന്നു. ഡെഫിനറ്റ്ലി ആളുകൾ പറയുന്നതിനെ നമ്മൾ എടുക്കുന്നുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റും. അത് എഴുതി വരുമ്പോൾ ഇത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എനിക്ക് ഇപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അഞ്ചക്കള നോക്കാൻ വേണ്ടിയിട്ട്. ഈ റൈറ്റിംഗ് പ്രോസസ്സിനെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. അതിൽ ഇപ്പോൾ ചെമ്പൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇപ്പോൾ അങ്കമാലി ആയാലും ഭീമൻ്റെ വഴി ആയാലും ഒക്കെ അവിടെ ലിറ്ററലി ഒരു എഴുത്തില്ല. നമ്മൾ ഐഡിയാസ് പിച്ച് ചെയ്യുന്നു. ഇപ്പോൾ 2 കഥയിലും റിയൽ ഇൻസിഡൻസ്, ലൈഫിൽ നടന്ന റിയൽ ഇൻസിഡൻസ് മോർ ദാൻ എഴുത്ത്, ഒരു സ്റ്റോറി ടെല്ലർ എന്നുള്ള രീതിയിൽ ചെമ്പൻ ചേട്ടൻ പറയുന്നു. റൈറ്റിംഗ് ടീമാണ് അതൊരു സ്ക്രീൻ പ്ലേ ഫോർമാറ്റിലേക്ക് എഴുതുന്നത്. ഉല്ലാസിന്റെ റൈറ്റിംഗ് പ്രോസസ് എങ്ങനെയായിരിക്കും? ഇതേപോലെയാണ്? നേരത്തെ തിരിച്ചാണ്. ഇപ്പോൾ ചേട്ടന് ഞാൻ ആ ഏരിയയിൽ വ്യത്യാസം ഉള്ളത് എനിക്ക് തോന്നി. ചേട്ടൻ റിയൽ ഇൻസിഡൻസിൽ നിന്ന് ഒരുപാട് ചേട്ടൻ അത് അങ്ങനെ തന്നെ റീക്രിയേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും ഉള്ളൊരു ടാലൻറ്റ് ചേട്ടനിലുണ്ട്. ഇപ്പോൾ അങ്കമാലിക്ക് വരുമ്പോൾ എനിക്ക് ടോട്ടലി ഫിക്ഷണലൈസ്ഡ് ആണ്. ഇങ്ങനൊരു കഥ ഒരിക്കലും എവിടെയും നടക്കാനോ അല്ലെങ്കിൽ ഞാൻ കണ്ടൊരു ഫിലിമിലോ ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കത് ഫിക്ഷണലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, ഞാൻ ഒറ്റയ്ക്കല്ല എഴുതിയിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് വിഗിൽ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ആ സ്ക്രീനിലെ കൊറേറ്റർ ഉണ്ട്. അപ്പം ഞങ്ങളിരുന്ന് ആലോചിച്ച് അങ്ങനെ എഴുതി പോകുന്നത്. ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് ടോട്ടലി
എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം എന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ആ പാറ്റേൺ പിടിക്കുന്നത്. നമ്മൾ തന്നെയാണ് എഴുതുന്നത്. നമുക്ക് ചേട്ടനെ പോലെ അത്രയും ഫ്രീഡം ഇല്ല ഒരു ഫുൾ ടീമിനെ വിളിച്ചിട്ട് അവരോട് എഴുതാനായിട്ട്. ഇപ്പോൾ ചേട്ടനും പറയുന്നത് പുള്ളി അത് നരേറ്റ് ചെയ്യും, അത് പ്രോപ്പർ ഫോർമാറ്റിലോട്ട് എഴുതാൻ ആളുടെ കൂടെ എൻ്റെ അസോസിയേറ്റ് ഉണ്ട്, ജിനുണ്ട്. അപ്പോൾ അസോസിയേറ്റ് എനിക്ക് നരേറ്റ് ചെയ്യുന്നതാണ് എളുപ്പം. അതായത് അപ്പം ഞാൻ തന്നെ ആക്ട് ചെയ്ത് കാണിക്കും. എന്താണ് പറഞ്ഞത്, അപ്പോൾ ഇയാൾ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ അയാൾ കരഞ്ഞ ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ ഡയലോഗ്, അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു രീതി. ഞാൻ ഒരു കഥ പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര ഈസിയാണ്. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ പേന എടുത്തിട്ട് എഴുതാൻ ഇരിക്കുമ്പോഴൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ആ പേന എടുത്തിട്ട് ഇങ്ങനൊരു ഈ സീൻ ഇങ്ങനെ എഴുതാന്ന് പറഞ്ഞത് എഴുതി തുടങ്ങുമ്പോൾ ഐഡിയ മാറും. പിന്നെ അത് വരുമ്പോൾ ഇതൊക്കെ മാറിപ്പോകും. എഴുതി തുടങ്ങുമ്പോൾ എന്നാൽ പിന്നെ ഇത് ഇങ്ങനെ ചെയ്യാലോ. അപ്പം അങ്ങനെ അത് ഞാൻ നോക്കുമ്പോൾ അത് വർക്കാവുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ പറയാനാണ് ഈസിയാണ്. ഫുൾ ഇമോഷനിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാം. അപ്പോൾ എൻ്റെ അസോസിയേറ്റ് അത് കേട്ട് റെക്കോർഡ് ചെയ്തിട്ട് പുള്ളി അത് പോയിട്ട് ടൈപ്പ് ചെയ്യും. ഞാൻ അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ അത് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് മാറ്റി പറയണമെങ്കിൽ അല്ല ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ ആ റെക്കോർഡ് ഡിലീറ്റ് ചെയ്തല്ലാണ്ട് പറയാം. മറ്റേ നമ്മൾ വെട്ടി ചെയ്തല്ലാണ്ട് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്നതാണ് എൻ്റെ രീതി. എന്താ പറയുക, അതിൽ ഞാൻ നല്ല എനർജറ്റിക്കായിട്ട് നല്ല രസമായിട്ട് പറയും എന്നാണ് അസോസിയേറ്റൊക്കെ പറയുന്നത്. അപ്പോൾ അത് എഴുതിയെടുക്കുമ്പോൾ നമുക്ക് വളരെ ഈ പ്രോസസ്സ് പെട്ടെന്ന് നടക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എഴുതി പിന്നെ അതിരുന്ന് വായിച്ച് പിന്നെ നോക്കി അങ്ങനെ വരുമ്പോൾ അത് കുറേ കാലഘട്ടം പിടിക്കും. ഇതാകുമ്പോൾ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ എപ്പോഴും ഒരു തുടക്കം ഉണ്ടാവും എനിക്ക്, പിന്നെ എൻ്റെ ഒരു ലാസ്റ്റും ഉണ്ടാവും. ലാസ്റ്റിൽ എന്തെങ്കിലും ക്ലൈമാക്സ് ഒന്നും ആയിരിക്കില്ല, അത് കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്റ്റൻഷൻ അതുണ്ടാവും അതിൻ്റെ ഇടയിൽ. അപ്പം അങ്ങനെ ഒരു ഫ്രെയിം വെച്ചിട്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ വർക്ക് ചെയ്യുക. തുടക്കവും അവസാനം അങ്ങനെ ഒരു ഫോർമാറ്റ് മനസ്സിൽ തന്നെ ഉണ്ട്. അതായത് ഇപ്പം ചിലപ്പോൾ എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസിഡന്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം അങ്കമാലി നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്കമാലി ഡയറക്സിൽ തുടക്കത്തിൽ ആ ബാറിൽ നടക്കുന്ന ഒരടിയുണ്ട്, ഇവർ മറ്റേ വേറെ വേഷത്തിലേക്കുന്നുണ്ട്. അങ്ങനെ ഒരു അടി റിയലി നടന്നതാണ്, പക്ഷെ അത് വേറെ രീതിയിലാണ് മാത്രം. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അടിയിൽ തുടങ്ങുന്ന പടം ഓക്കെ എന്ന് വെക്കുക, അതാണ് ആദ്യ ഐഡിയ. എൻ്റെ ഐഡിയ അതാണ്. ആ ഒരു അടി, അതിന് ഞാൻ വേറെ ഫണ്ണൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടെത്തിയത്, പക്ഷെ അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തില്ല. അപ്പൊ ആ അടിയിൽ തുടങ്ങുന്ന പടം എൻ്റെ മനസ്സിലുള്ള ലാസ്റ്റ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ, അന്ന് ഞാൻ ആലോചിക്കുമ്പോൾ അമേരിക്കയിൽ ഭയങ്കര ഹൈറ്റുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരുത്തിൻ്റെ ഒരു ഇമേജ്, ആ ഒരു ഇമേജ് മാത്രം, ലാസ്റ്റ് ഇമേജ് മാത്രം. അപ്പൊ ഇങ്ങനെ തുടങ്ങുന്ന പടം ഇവനെ ഒരു പോയറ്റിക്കലി ഓർഗാനിക്കലി അവിടെ എത്തിക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ നടക്കണം, ഇത് നടക്കണം. നമുക്ക് ഒരിക്കലും ഒരു അയ്യോ അതൊരു സുഖമില്ലല്ലോ അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ. അത് ഭയങ്കര ഒരു കാവ്യാത്മകമായിട്ട് പോയിട്ട് തന്നെ, അല്ലെങ്കിൽ വളരെ ലോജിക് വൈസ് പോയിട്ട് അത് അവിടെ എത്തണം. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ ചിന്തിക്കും ഇങ്ങനെ തുടങ്ങുന്ന പടം ഇവനിങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഇനിയിപ്പോൾ ഇവൻ അമേരിക്കയിൽ പോയി അവിടെ ബിൽഡിങ്ങിന്റെ മുകളിൽ ഇരുന്ന് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യണം, ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഗതിയും പറയാതില്ലാതെ നിൽക്കുന്ന ഒരുത്തന്നെ എങ്ങനെയാണ് അവിടെ പോവുക എന്നുള്ളതുണ്ടല്ലോ. അത് നമ്മൾ റിയൽ ഇൻസിഡൻറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ ഫിക്ഷനിൽ നിന്നും അല്ലാതെ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് പരിപാടി. ഇപ്പോൾ പെട്ടെന്ന് എന്നോട് തന്നെ ചോദിച്ചാൽ എനിക്കത് ഏതാണ് റിയൽ നടന്ന ഏതാണ് ഞാൻ ആലോചിച്ച് എഴുതിയെന്ന് പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി റൊമാൻസ് ഒക്കെ നമ്മൾ ഫുൾ ഫിക്ഷനാണ്, അതിപ്പോൾ ഭീമൻ്റെ വഴിയിലായതിലാണ് ഫിക്ഷനാണ്. ബാക്കി ചെറിയ അടിയിടി പരിപാടികൾ അല്ലെങ്കിൽ അങ്ങനത്തെ ചില ഡയലോഗ്സ്, അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, പെങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ അതിൻ്റെയൊക്കെ ഒരു മിക്സ് ആയിരിക്കും. അടുത്ത എഴുത്തും ഇപ്പോൾ റംബാനാണല്ലോ അടുത്ത എഴുത്ത് വരുന്നത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കതിർക്കട മാളത്തിലൊക്കെ പോയപ്പോഴും അവിടുത്തെ ജോസേട്ടൻ പറഞ്ഞത് 1 മാസം കഴിഞ്ഞിട്ട് ചെമ്പൻ വരുന്നുണ്ട്, എഴുതാനാണ് ചെമ്പൻ വരുന്നത്. അപ്പം നമുക്കും സ്ട്രൈക്ക് ആയത് ചെമ്പൻ അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് എഴുതി ഇല്ലല്ലോ. ഇല്ല, അത് ജോസിന് നമ്മൾ വെറുതെ പറഞ്ഞു, ജോസിന് എഴുതാൻ വരൂടൊന്ന്, ഞാൻ ഇപ്പോൾ എഴുത്തൊക്കെ കഴിഞ്ഞിരിക്കുന്നതാണ്. ഇല്ല, അത് ഇപ്പോൾ ഉല്ലാസ് പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഭീമന്റെ വഴി എഴുതുമ്പോഴും ആ വഴി ഉണ്ടായ കഥ എൻ്റെ ഒരു സുഹൃത്ത് ശ്രീജിത്തിന്റെ സുഹൃത്ത് വഴി ഉണ്ടാക്കിയ കഥയാണ്. ഞാൻ പറയുന്നത് അതിലെ പേഴ്സണൽ ലൈഫ് അല്ല, അല്ലാതെ വഴി ഉണ്ടാക്കിയ കഥ മാത്രം. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് ഞാൻ അങ്ങനെ കഥ പറയുന്നത്. ഇപ്പം അങ്കമാലി ഡയറക്സിലെ ഒരു 5-6 ഇൻസിഡൻസ് റിയലി നടന്നതിൻ്റെ എൻ്റെ ഒരു കൗതുകമുണ്ട്, അതിൽ നിന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ നേരത്തെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറേ കൂടെ റിയൽ ലൈഫിൽ നിന്നതിൽ ഉല്ലാസ് മെൻഷൻ ചെയ്ത പോലെ റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണെന്നുള്ളത് എനിക്ക് തന്നെ ഒന്ന് മാറ്റണമെന്ന് തോന്നി. അപ്പോൾ റംബാൻ ഒരു ടോട്ടലി ഫിക്ഷനാണ്, അങ്ങനെ ഒരു കഥ എവിടെ നടന്നിട്ടില്ല, അങ്ങനെ ക്യാരക്ടേഴ്സും ഇല്ല എവിടെയും. അപ്പം ഞാനത് എന്നെ തന്നെ ഒന്ന് ചലഞ്ച് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. നമുക്ക് ഈ എഴുതാനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥ അങ്ങനെ ഔട്ട് ഓഫ് ദ എയറിൽ നിന്നൊരു കഥ ഉണ്ടാക്കി പറഞ്ഞിട്ട് അത് പിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഐഡിയയിൽ. അപ്പോൾ റംബാൻ അങ്ങനത്തെ ഒരു പരിപാടിയാണ്, റിയൽ ലൈഫ് അതിന് ഒരു ബന്ധമില്ല. അല്ല, അവിടെ ഒരു റിസ്ക് ഉണ്ടല്ലോ, കാരണം ഇപ്പോൾ കൈവച്ച 2 സിനിമകളും അടുത്തറിയുന്ന ക്യാരക്ടേഴ്സാണ്, കഥയാണ്. ടോട്ടലി ഫിക്ഷനിലേക്ക് ഒരു ചലഞ്ച് സ്വന്തമായി ചലഞ്ച് ഉണ്ട്. അപ്പോൾ ആ ചലഞ്ച് ഉണ്ടെന്നും അല്ലെങ്കിൽ അത് റിസ്ക് ആണോ ഇല്ലെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ആസ് എ ഡയറക്ടറോടോ അല്ലെങ്കിൽ ഒരു ക്യാമറമാനോടോ അല്ലെങ്കിൽ അതിൻ്റെ വേറെ ടെക്നീഷ്യൻസിനോട് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനോട് അല്ലെങ്കിൽ അഭിനയിക്കുന്ന വേറൊരു ആർട്ടിസ്റ്റിനോടൊക്കെ പറയുമ്പോൾ
അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുമല്ലോ. അല്ലെ അവർ ഓക്കെ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ക്യാമറമാൻ ആയാലും ഡയറക്ടർ ആയാലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരായാലും ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആൾക്കാരുണ്ട്. ഞാനും പ്രൊഡ്യൂസറാണ്. അപ്പൊ അവരൊക്കെ അത് ഓക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് ഇത് കുഴപ്പമില്ലാത്തൊരു പരിപാടി ആയിരിക്കണമല്ലോ എന്നുള്ള ഒരു ചിന്ത, അതാണ് നമ്മുടെ ഒരു കോൺഫിഡൻസും. അല്ലാതെ അവർ ഓക്കെ പറയില്ലോ, കാരണം ഇത് വ്യത്യസ്ത ടൈപ്പുള്ള ആളുകളാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഓക്കെ എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ആരെന്ത് ഓക്കെ എങ്ങനെ പറഞ്ഞാലും ഈ സിനിമ ഇറമ്പാന്നല്ല ഏതൊരു സിനിമ ഇറങ്ങി അതിന്റെ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെയാണ് നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഇത് എന്റെ ഫിക്ഷൻ വർക്കായോ റിയൽ ലൈഫ് ഇൻസിഡന്റ് വർക്കായോ എന്നുള്ളതൊക്കെ അപ്പൊ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പോസ്റ്റ് തല്ലുമാല നോക്കുകയാണെങ്കിൽ ലുക്മാൻ്റെ ഇപ്പോൾ സുലൈഖ മനസ്സിൽ, കൊറോണ ധവാനായാലും പിന്നെ ജാക്സൺ ബസാർ യൂത്ത് ആയാലും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ലുക്മാൻ്റെ ക്യാരക്ടറാണ് ലീഡായിട്ട് അതിൽ വരുന്നത്. ഇപ്പോൾ ലുക്മാൻ പോസ്റ്റ് തല്ലുമാല പിക്ക് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ലുക്മാനിലേക്ക് വരുന്ന ഒരു കഥയാവട്ടെ അതിലൊരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ പോസ്റ്റ് തല്ലുമാല നോക്കുമ്പോൾ? അത് തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. അത് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അതിലൊരു ലീഡ് പരിപാടി എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ പരിപാടിയിലോട്ട് മാറിയിട്ടുണ്ടായി. ഈ ചിത്രത്തിലും അങ്ങനെ ഒരു ലീഡ് എന്നുള്ള, നിങ്ങൾ രണ്ടുപേരും ഒരു ലീഡ് എന്നുള്ള ലീഡ് എന്നുള്ള ഇതില് അങ്ങനെ ഒരാളെ പിടിച്ച ലീഡ് എന്നല്ലാതെ മൊത്തത്തിൽ ഇതിന്റെ ഒരു കഥ പരിപാടി അങ്ങനെയാണ് പോകുന്നത്. അത്രയും ക്യാരക്ടേഴ്സിന്റെ ഒരു സിനിമയാണ് ശരിക്കും ഇത്. പക്ഷെ നമ്മളാണ് ഈ ചിലപ്പോൾ നമ്മൾ കുറെ കൂടി എന്താ പറയാ ഇതുണ്ടെങ്കിലും നമ്മളെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് സ്ക്രീൻ സ്പേസും ഒക്കെ ഉണ്ട് അതില്. അത് സിനിമ അപ്പൊ അതാണ് ബേസിക്കലി നമ്മൾ എത്രത്തോളം ഉണ്ടോ അല്ലെങ്കിൽ നമ്മളാണോ ലീഡ് ചെയ്ത് നിൽക്കുന്നത്, നമ്മൾക്കാണോ കൂടുതൽ സ്പേസ്, അതല്ല ഫാക്ടർ. സിനിമ സെലക്ട് ചെയ്യുമ്പോഴും സിനിമ വരുമ്പോഴും നോക്കുന്നത് ടോട്ടലി സിനിമ എങ്ങനെയുണ്ട്, ആ ഡയറക്ടർക്ക് ആ ടീമിൻ്റെ അത് എത്രത്തോളം അവരെ ക്ലാരിറ്റി ഉണ്ട്, ഇതൊക്കെ എല്ലാം സംഭവിക്കുന്നത് സിനിമ നന്നാവുമ്പോൾ മാത്രമാണല്ലോ എല്ലാം നന്നായി വരുന്നത്. നമ്മൾ ബാക്കി എത്രയൊക്കെ ചെയ്താലും സിനിമ മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. ഇപ്പോ 11 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് മഞ്ഞുമൽ ബോയ്സ് പോലൊരു ഫിലിം അവർ ചെയ്ത് എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് അതൊരിക്കലും നമ്മൾ ഒരാളുടെ കൂടെ മാത്രമല്ല സഞ്ചരിക്കണേ, നമ്മളാ എൻറ്റയർ ഗ്രൂപ്പിന്റെ ഇമോഷൻ്റെ കൂടെ സഞ്ചരിക്കണല്ലോ. മനസ്സിലായി? അപ്പോൾ അതാണ് എല്ലാവരും അവരവരുടെ പാട്ടുകൾ കറക്റ്റായിട്ട് കൊടുത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇയാൾ കുറച്ച് ഇമേജ് കൂടുതലുള്ള ആളാണല്ലോ, സ്റ്റാർഡമുള്ള ആളാണ്, പുള്ളിക്ക് കുറച്ചുകൂടി സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ടേ, നമ്മൾ അങ്ങനെ എന്ത് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയുടെ ക്വാളിറ്റിയും അതും വേറെ രീതിയിലായിപ്പോ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമല്ലോ. പ്രേക്ഷകർ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പ്രേക്ഷകരെ സിനിമയാണല്ലോ. അപ്പൊ നമ്മളത് അതിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് സന്തോഷമുള്ളത്. അടുത്തത് ഇപ്പൊ ഖാലിദ് റഹ്മാന്റെ കൂടെയുള്ള ചിത്രം ചെയ്യുമ്പോഴും ഈ തല്ലുമല 2 എന്നുള്ളതിന്റെ ആലോചനയൊക്കെ പാരലി നടക്കുന്നുണ്ടോ? അതോടെ തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊരു തീരുമാനം, ഒരു ഫൈനൽ പരിപാടി പറയാനുള്ള ഒരു ഇതിലോട്ട് ആയിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹവും പ്ലാനൊക്കെ ഉണ്ട്. എനിക്കുണ്ട് അങ്ങനെ ആഗ്രഹം. ഞാൻ ഭയങ്കരമായല്ലോ. അതാണ് റഹ്മാൻ ഖാലിദിനോടും മൂസിൻ ബരാരിനോടും മിസ്റ്റർ ആഷിഖ് ഉസ്മാനോടൊക്കെ പറയാനുള്ളത്. ഞങ്ങൾക്ക് ഈ അവസ്ഥ പറയാനുള്ളത് തല്ലുമാല 2 വരണം, തല്ലുമാല 2 പെട്ടെന്ന് നടക്കണം. പക്ഷെ ഇപ്പൊ റഹ്മാന്റെ തുടങ്ങാൻ പോകുന്നത് വേറെ തന്നെ സിനിമയാണ്. റഹ്മാൻ സൗകര്യമുള്ളപ്പോ ഈ അഞ്ചക്കള്ളക്കൊക്കെ സെറ്റിങ് ഇതേപോലെ കർണാടക കേരള ബോർഡറിലാണ് സെറ്റിംഗ്. ഇപ്പോൾ കാന്താരയുടെ കാര്യം നേരത്തെ റെഫറൻസിൽ പറഞ്ഞിരുന്നു. കാന്താരയൊക്കെ കേരളത്തിൽ നിന്ന് പോലും അത്രയും കളക്ട് ചെയ്തൊരു സിനിമയാണ്. ഇപ്പോൾ ഈ ഷെട്ടി ഗ്യാങ്ങിന്റെ സിനിമ എന്നൊക്കെ പറയും, മാംഗ്ലൂർ മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ടുള്ള ഒരു റീജിയനിൽ ഈ സെറ്റിംഗ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉല്ലാസിന് ഇത് പരിചിതമല്ലാത്തൊരു സെറ്റിംഗ് ആണല്ലോ. അവിടെ കഥ പ്ലേസ് ചെയ്യുക, അവിടെ ഒരു സ്പാഗറ്റി വെസ്റ്റേൺ ഒരു ജോണറൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്നൊക്കെയുള്ള ആലോചന, ഇതും എങ്ങനെയാണ് അവിടെ പ്ലേസ് ചെയ്യുക എന്നുള്ള കഥ കൂടെയാണ്. ഇപ്പോൾ കന്നഡയോടുള്ള എനിക്കുള്ള പരിചയം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കന്നഡ സംസാരിക്കും. അപ്പോൾ ചെന്നായാലും അമ്മയായാലും ഇപ്പം ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ അടുത്ത് പോകുമ്പോൾ അവർക്ക് മനസ്സിലാവാണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സീക്രട്സ് ഒക്കെ പറയാൻ ഞങ്ങൾ കന്നഡയൊക്കെ യൂസ് ചെയ്യാറ്. കന്നഡ അറിയാം, അതിന്റെ ഒരു ബേസ് അറിയാം അത്യാവശ്യം. ബാക്കി എല്ലാവരും വീട്ടിൽ നന്നായിട്ട് സംസാരിക്കും, എനിക്കും അറിയാം. പിന്നെ പഠിച്ചത് ബാംഗ്ലൂരാണ്, അപ്പൊ അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എത്രത്തോളം മലയാള സിനിമ കാണുന്ന അത്രത്തോളം തന്നെ കന്നഡ ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ കാന്താരയ്ക്കോ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന പടങ്ങൾ KGF വളരെ മുമ്പ് തന്നെ പണ്ട് ഉപേന്ദ്രയുടെ ഒക്കെ ഡയറക്ട് ചെയ്ത ഫിലിംസ് അങ്ങനെ കണ്ടിട്ടുണ്ട്. അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി നമ്മളുടെ ഉള്ളിലും കാണുന്ന സിനിമകൾ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. അപ്പോൾ ഇത് കേരളമല്ലാന്ന് തോന്നിക്കുന്ന ഒരു കേരളത്തിൽ നടക്കണം, എന്നാൽ ആൾക്കാർക്ക് എവിടെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ആ ഒരു കേരള കർണാടക ബോർഡർ. അപ്പോൾ ഈ പടത്തിൽ ഒരു 30% ഡയലോഗ്സ് കന്നഡയിലുമാണ്, കഥാപാത്രങ്ങൾ കന്നഡ പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ അവിടെ നമ്മൾ ചിന്തിച്ച് സെറ്റ് ചെയ്തതാണ്. അതിൻ്റെ ഒരു റെസ്റ്റിക് ഫീൽ അല്ലെങ്കിൽ ആ ഒരു സ്പൈറ്റി വെസ്റ്റേണിലൊക്കെ ചില കാണിച്ച ഒരു മണ്ണിന്റെ കളറും അതൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിൽ കൊണ്ടുവരാനായിട്ട്. കന്നഡ സിനിമകൾ ഒരു റെഫറൻസ് ആയിരുന്നു, അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ റിസർച്ചിൽ കന്നഡ സിനിമകൾ കണ്ടിട്ടൊരു നമ്മൾ ഈ പടത്തിന് വേണ്ടിയിട്ട് കണ്ടില്ലെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾ കന്നഡ സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കന്നഡയിലൊക്കെ എന്താ പറയാ, ഞാനും ലിജോക്കെ പണ്ട് ഓം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിരുന്നു. ശിവരാജ് കുമാറിന്റെ സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ഉപേന്ദ്ര എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് നടൻ ഡയറക്ട് ചെയ്ത സിനിമയാണ് അത്.
ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ റിലീസ് ചെയ്യപ്പെട്ട സിനിമ അത് അങ്ങനത്തെ ഒരു എപ്പിക് സിനിമയാണ്. അത് നമ്മൾ അതിന്റെ ഒരു CD-യോ ഒരു പൈറേറ്റ് ഒന്നും ഒരിക്കലും കിട്ടാനുണ്ടായിരുന്നില്ല. എന്നിട്ട് അത് അവിടെ ബാംഗ്ലൂർ പല തിയേറ്ററുകളിൽ ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മളൊക്കെ അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പേപ്പറിൽ വായിച്ചിട്ട് അവിടെ പോയി സിനിമ കാണുകയും ഈ ഓം എന്ന് പറഞ്ഞാൽ അപ്പം ഞാനടക്കം കന്നഡ സിനിമ അങ്ങനെ ഫോളോ ആയിട്ടുള്ളതാണ്. ഞാനൊരു 1993 ബാംഗ്ലൂർ പോകുന്നതാണ്. ആ ടൈം മുതൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള അന്ന് ഇതുപോലെ എല്ലാവരും ഇൻഡസ്ട്രി ചില ക്ലാസിക്കുകളൊക്കെ ഉണ്ടെന്നുള്ള ബാക്കി സിനിമകളൊന്നും ലൈക്ക് നമുക്ക് അങ്ങനെ ലൈക്ക് ഇത് അങ്ങനെ പോരല്ലെന്ന് തോന്നുന്ന ടൈപ്പ് പരിപാടിയിലൊക്കെ ആയിരുന്നു. പക്ഷേ ചിലതൊക്കെ ഉഗ്രനായിരുന്നു. കന്നഡ നമ്മൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ഈ അനിയന്റെ സംവിധാനത്തിൽ പെർഫോമർ ആയിട്ട് മാത്രമല്ലല്ലോ, പ്രൊഡക്ഷൻ കൂടെ ചെമ്പൻ ചേട്ടൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവിടെ ഉറപ്പായിട്ടും ചെമ്പൻ വിനോദിന്റെ ഒരു ക്രിയേറ്റീവ് സൈഡിൽ ഒരു സേ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു സേ ഉണ്ടായിരുന്നോ? ഉല്ലാസിന്റെ സിനിമയാണ്, 100% ഉല്ലാസിന്റെ സിനിമയാണ്. ക്രിയേറ്റീവായിട്ട് ഒരു സേ ഉണ്ടായിരുന്നില്ല. ആകെ ഞങ്ങൾ ഫിലിം കഴിഞ്ഞ് ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലാവരും റഫ് എഡിറ്റ് കണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോർഷൻസ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാമെന്ന് ഇത് പറയുകയും അത് അവർ പിന്നീട് ഇപ്പം ഇരിക്കുന്ന ഫൈനൽ വെർഷൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. അത് കാരണം അത് അങ്ങനെയാണല്ലോ. ഇതിപ്പോൾ നമ്മളുടെ പരിചയത്തോ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി അതിനകത്തിട്ട് ഇപ്പോൾ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ചേട്ടൻ എന്നോട് അങ്ങനെ വന്നാൽ അത് ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞാൽ ഇത് എൻ്റെയും പ്രൊഡക്റ്റ് ആവുന്നില്ല, അവൻ്റെയും പ്രൊഡക്റ്റ് ആവുന്നില്ല. ഇപ്പം എന്താ പറയുക, ഇത് അവൻ്റെ പ്രൊഡക്റ്റാണ്. നാളെ അത് പടം എന്തെങ്കിലും പോയി ഇത് വർക്കായാലും എനിക്ക് വേണമെങ്കിൽ നേരിട്ട് അവനെ ചീത്ത വിളിക്കാം, നീ കുറെ കൂടെ ശ്രദ്ധിക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ പറയാം. മറ്റേ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എന്തോ ഞാൻ അങ്ങനെ എടുത്തില്ലെങ്കിൽ ചേട്ടൻ അങ്ങനെ ഇതിപ്പോൾ ചേട്ടൻ പറഞ്ഞുകൊണ്ടല്ലേ. അപ്പം എനിക്ക് ഡൗട്ട് ശരിയാണോ? മനസ്സിലായോ? ഇതിപ്പോൾ ഒരു കുഴപ്പമില്ല, എന്ത് സംഭവിച്ചാലും വിജയിച്ചാലും ഫുൾ എനിക്ക് ഫുൾ ക്രെഡിറ്റ് അവൻ്റെയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ പ്രൊഡക്ഷനിൽ വന്ന സിനിമയിൽ നമ്മൾ പ്ലാൻ ചെയ്തതിൻ്റെ എക്സാക്ട്ലി പോയി നിന്ന സിനിമയാണ്. അതിന് മുകളിലേക്ക് പോയില്ല പാട്ട്. മറ്റേത് എനിക്ക് എപ്പോഴും ഞാൻ ഇത് ചെയ്ത പ്രൊഫഷണൽ പാട്ടുകൾ എല്ലാ സിനിമകളിലും എപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരു 10%, 12% ഇത് കൂടാറുണ്ട്. ഇത് നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അതിനേക്കാൾ എനിക്ക് തോന്നുന്നു 1.5 ലക്ഷം രൂപ കുറവിലാണ് ഇവർ തീർത്തത്. മനസ്സിലായോ? ഇവർ തീർത്തെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടിയിട്ട് അതിൻ്റെ കൺട്രോളർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എല്ലാവരും അതുപോലെ തന്നെ അത് തീരുകയും ചെയ്തു. അപ്പോൾ അതും നമുക്ക് സന്തോഷമാണല്ലോ. അപ്പോൾ എല്ലാ രീതിയിലും പക്ഷേ ഇത് അവൻ്റെ സിനിമയാണ്, 100% അവൻ്റെ സിനിമയാണ്. ഈ മലൈക്കോട്ട വാലിബൻ റിലീസായപ്പോഴും ഈ സ്പാഗറ്റി വെസ്റ്റേൺ ജോണർ വീണ്ടും ചർച്ച. ഇപ്പോൾ സെർജിയോ ലിയോണിനെ പോലെ ഫിലിം മേക്കർ, ക്ലിന്റ് ഈസ്റ്റ്വുഡിനെ പോലുള്ള ഫിലിം മേക്കറിന്റെ മുമ്പത്തെ വർക്കുകളൊക്കെ വീണ്ടും ആൾക്കാർ റീവിസിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇതിന്റെ അഞ്ചക്കള്ളക്കോക്കാന്റെ ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെ ഒരു റെഫറൻസ് ഉണ്ട്. വലിയ ഗണ്ണ്, ഒരു വയലന്റ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ്, ആ ലാൻഡ്സ്കേപ്പ്, ഡ്രൈ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഒക്കെ. ഈ റെഫറൻസ് ശരിക്കും ബോധപൂർവ്വമായിരുന്നു, കോൺഷ്യസ് ആയിട്ട് അത് പിടിക്കാന്നുള്ള ഒരു ആലോചന? അതെ, ആ റെഫറൻസ് ബോധപൂർവ്വമാണ്. എസ്പെഷ്യലി അതിന്റെ ലാൻഡ്സ്കേപ്പ് ആണ് ഞാൻ പറയുന്നത്. വയലൻസ്, ആ ഗൺസിനൊക്കെ ഇതൊക്കെ നമ്മുടെ കൺട്രി മെയ്ഡ് ഗൺസ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലുള്ള ഗൺസ് ഒക്കെയാണ്. അപ്പോൾ അതിൽ നമുക്ക് റെഫറൻസ് എടുത്താൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ലാൻഡ്സ്കേപ്പ് ഡെഫിനറ്റ്ലി റെഫറൻസ് അത് അങ്ങനെ വേണമെന്ന് നമ്മൾ തീരുമാനിച്ച് തന്നെ ചെയ്തതാണ്. ഇപ്പൊ നമുക്കൊരു അങ്ങനത്തെ ഒരു തേയിലത്തോട്ടങ്ങളൊക്കെ നമ്മൾ കുറെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഭംഗിയല്ല നമ്മൾ കാണിക്കാൻ ശ്രമിച്ചേക്കുന്നത്. അതിന്റെ ഒരു വൈൽഡ്നെസ് അല്ലെങ്കിൽ അതിന്റെ റസ്റ്റിക് പരിപാടിയാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ സിനിമാറ്റോഗ്രാഫിയിൽ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. ആക്ഷൻ സീക്വൻസിലും ഇവരുടെ ഒരു അടിപ്പടം എന്നുള്ള രീതിയിലും അങ്ങനെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ആ ഒരു സർവൈവൽ ആക്ഷൻ സീക്വൻസ് ഉണ്ട് ഇവരുടെ. വെറും ഫൈറ്റ് അല്ലാതെ ഒരു സർവൈവൽ, കുറച്ച് ടൈമുള്ള ഒരു സർവൈവൽ ആക്ഷൻ ഉണ്ട് ഇവരെല്ലാവരും. ഇതിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ഇൻവോൾവ് ചെയ്തിട്ടുള്ള, അതാണ്ട് കൊമേഴ്ഷ്യൽ ഫൈറ്റും ഉണ്ട് പടത്തിൽ. ഈ ലുക്മാന്റെ അടുത്ത പടം ഇപ്പോൾ ഈ ഖാലിദ് റഹ്മാന്റെ കൂടെയുള്ള ബോക്സിംഗ് സിനിമ എന്ന് പറയുന്നത്, നസ്രൻ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു പ്രേമരു സമയത്ത്. ഇപ്പോൾ സ്റ്റോറി ഒക്കെ എടുത്തു നോക്കുമ്പോഴും ഖാലിദ് റഹ്മാനും ലുക്മാനും ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഫോട്ടോസ് ഒക്കെ പിടിച്ചുകൊണ്ടുവന്ന അതിന്റെ ഫിസിക്കലി അങ്ങനെ എഫേർട്ട് ഇടുന്ന സിനിമ തന്നെയാണോ അത്? അതെ, അത് ബോക്സിംഗ് ആണ്. ബോക്സിങ്ങിന് ഒരു അമേച്ചർ ബോക്സിംഗ് പരിപാടി ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇപ്പോൾ ബോക്സിങ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നെസ്റ്റനാണെങ്കിലും ഞാൻ, ഗണപതി, കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. ഈ അഞ്ചക്കള്ള കോക്കാൻ എന്നുള്ള അതിൻ്റെ ടൈറ്റിലിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. ഇത് ഇപ്പോൾ ഫെബ്രുവരി മാസത്തിലാണ് ഇപ്പോൾ 3 റിലീസ് ബാക്ക് ടു ബാക്ക് ഭയങ്കരമായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഭയങ്കര റിട്ടേൺ എന്നൊക്കെ പറയാൻ വന്നത്. ഈ റിസപ്ഷനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കോൺഫിഡൻസ്, ഒരു റീബൂസ്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് അറ്റൻഷൻ വന്നിട്ടുണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ? ഡെഫിനറ്റ്ലി ഉണ്ട്. അത് പണ്ടും ഉണ്ടായിരുന്നു. നല്ല പടങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പടമായിട്ട് വരുമ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ വരും എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ്, ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഇപ്പം ഈ പറഞ്ഞ പടങ്ങളുടെ റെഫറൻസ് ഉള്ള ഫിലിമല്ല ഇത്. ഇപ്പോൾ ട്രെയിലർ കണ്ടിരുന്നല്ലോ, അത് വേറെ ടൈപ്പ് ഫിലിമാണ്. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടാം
ഞാൻ ആ ഒരു വലിയ സമൂഹം ആളുകളിൽ ഞാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു പടമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട ആളുകൾ വരും. ഇന്നിപ്പോൾ ഞാൻ വളരെ കുറവ് അല്ലെങ്കിൽ ഒരു 1% ഒക്കെയാണ് നല്ലൊരു സിനിമ വർക്ക് അല്ലെങ്കിൽ ഒരു ലാർജർ ഓഡിയൻസ് വരാണ്ടിരുന്നിട്ടുള്ളൂ. സോ അതാണ് നല്ല ടൈമാണ് ഇപ്പോൾ ആളുകൾക്ക്. ഇപ്പോൾ ആ ഒരു തിരിച്ച് നല്ല സിനിമകൾ കിട്ടുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം വന്നിട്ടുണ്ട്. സോ വരേണ്ടതാണ്. അടുത്ത ചെമ്മൻചേട്ടൻ ജോയിൻ ചെയ്യുന്നതും പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ മഞ്ഞുമലിന്റെ ഒക്കെ ഭയങ്കര സക്സസിന് ശേഷം ഷൈജുക്കാരിത് അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന് അതിലെ ഐഡിയ എക്സൈറ്റ്മെന്റ് അതാ ഇല്ല ഐഡിയ എന്നോട് അതിന്റെ ഡയറക്ടർ ശ്രീരാജ് എന്ന് പറഞ്ഞ ആള് ഈ കൊറോണയ്ക്കൊക്കെ മുമ്പ് എന്നോട് പറയുന്ന കഥയാണ്. തൂമ്പ എന്നുള്ള ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം ചെയ്തത്. അപ്പം എന്നോട് അതിനു മുമ്പ് പറഞ്ഞാണ്. അപ്പം ഞാൻ കേട്ടിട്ട് ഞാൻ ചെയ്ത ക്യാരക്ടർ ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് എന്താ പറയുക ഇങ്ങനെ പ്രൊഡക്ഷനൊക്കെ നോക്കിയിട്ട് ആ ടൈമിൽ ഇങ്ങനെ റെഡിയായി വരുമ്പോഴേക്കും കൊറോണ വന്നു. പിന്നെ എല്ലാം സ്റ്റക്കായിട്ട് പിന്നെ വന്നപ്പോൾ അത് എന്താ പറയുക കുറേ കൂടി ഒരു അൻവർ റഷീദ് പോലത്തെ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെയാണ് അൻവറൊക്കെ വന്നത്. ലൈക്ക് പിന്നെന്ന് വെച്ചാൽ ഒരു വർഷം മുമ്പ് ഒക്കെയാണ് അൻവറൊക്കെ അതിനത് ചെയ്യാന്ന് പറഞ്ഞ് പിന്നെ അൻവറാണ് നമ്മളെ വിളിച്ചിട്ട് ഇത് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിൽ ബേസിൽ സൗബിൻ, ഞാൻ, പിന്നെ ചാന്ദിനി, ശ്രീധരൻ അങ്ങനെയുള്ള ഷൂട്ട് തുടങ്ങി. ഞാൻ 6th ജോയിൻ ചെയ്യും. ഐ മീൻ ഒരു 2 ദിവസം കഴിഞ്ഞ് ജോയിൻ ചെയ്യുള്ളൂ. അത് പുതിയ സംവിധായകന്റെയും വലിയ ബാനറിലാണ്. അതെ. അല്ല ഈ ശ്രീരാജ് എന്ന് പറഞ്ഞ ആളെ തൂമ്പ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഷോർട്ട് ഫിലിം ആയിരുന്നു. വെൽ മെയ്ഡ് പരിപാടിയായിരുന്നു. അല്ല ഈ ആള് പൊട്ടൻഷ്യൽ ആൾ തന്നെയാണ്. പക്ഷേ നമുക്ക് അങ്ങനത്തെ എന്താ പറയുക ഗംഭീര ആളുകളല്ലേ വരുന്നത്. ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ജിത്തു അതിനെ പോലെ രോമാഞ്ചത്തിൻ്റെ ഒക്കെ ഡയറക്ടർ, അല്ലെങ്കിൽ ചിദംബരം, അങ്ങനെ എത്രയോ പേരാണ് വരുന്നത്. നല്ല രാഹുൽ സദാശിവൻ, എന്ത് അതായത് നമുക്ക് വെറുതെ അങ്ങനെ ഒരു ലെഗ് ഫാക്ടർ കൊണ്ട് അല്ലെങ്കിൽ ഒരു ചക്ക ഇട്ടപ്പോൾ മൊയിലാവുന്നതല്ലോ. ഗുഡ് മേക്കേഴ്സ്. അതിനുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൺമുമ്പിൽ. വെരി റിയാലിറ്റി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ പ്ലാൻ ചെയ്തും അല്ലെങ്കിൽ ബാക്കി പ്ലാനുകളെല്ലാം കൂടിയിട്ട് കറക്റ്റ് ഇങ്ങനൊരു സമയത്തൊന്നും ഇറക്കാൻ പറ്റുന്നത് തന്നെ ആക്ച്വലി എന്താ പറയുക ലക്കും കൂടി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. വെരി പേഴ്സണലി ലൈക്ക് സിനിമ അങ്ങനെ നിൽക്കാണല്ലോ മലയാള സിനിമ. അപ്പോൾ എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞൊരു 10 ആൾ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 ആളും കൂടി വരും. ഇപ്പോൾ എന്തെങ്കിലും പരിപാടിയിലൊക്കെ ഉണ്ടാകുന്നതായിട്ട് സോറി അങ്ങനെ റിസീവ് ചെയ്യപ്പെടുന്നുണ്ട് നല്ല സിനിമകൾ. അപ്പോൾ നമ്മളും അങ്ങനെ ഒരു റിസീവ് ചെയ്യപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു എങ്ങനെ പോകുന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഇറങ്ങിയിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. ജിത്തു മാധവന്റെ കാര്യം പറഞ്ഞപ്പോ ആവേശത്തിന് ടീസർ വന്നപ്പോ അത് ആക്ച്വലി രംഗ എന്നുള്ളൊരു ക്യാരക്ടറിന്റെ ഒരു സ്നീക്ക് പീക്ക് ആയിട്ട് തോന്നുന്നത്. രംഗന്റെ ബിൽഡപ്പാണ്. രംഗ എവിടെ ജോലി ചെയ്ത ചെമ്പൻ ചേട്ടൻ തന്നെ പറഞ്ഞു ഈ രംഗ എന്നുള്ളത് രോമാഞ്ചത്തിൽ ചെമ്പൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ ഒരു സ്പിൻ ഓഫ് ആണ്. അത് ജിത്തു തന്നെ പറഞ്ഞിട്ടുള്ള അറിവാണ് എനിക്ക്. ജിത്തുവും പിന്നെ ഇപ്പൊ നമ്മുടെ സിനിമയിലുള്ള എന്റെ കോ പ്രൊഡ്യൂസർ സജിൻ അലി എന്ന് പറഞ്ഞിട്ട് ആളുണ്ട്. അപ്പൊ ഇവരൊക്കെ അവിടെ ഒരുമിച്ച് പഠിച്ചാണ് ബാംഗ്ലൂർ. അപ്പൊ അങ്ങനെ ഈ സജിനും ജിത്തുവിന്റെ ഒക്കെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡന്റ്, സജിൻ ഗോപു അല്ല സജിൻ അലി എന്ന് പറഞ്ഞിട്ട് ഈ അഞ്ചക്കള്ള കോക്കാന്റെ കോ പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇവരൊക്കെ അവിടെ നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു റിയൽ ടൈം ക്യാരക്ടറാണ് എൻ്റെ ഒരു സീനാണ് ഞാൻ ചെയ്തത് ഈ രോമാഞ്ചത്തിൽ. ആ ക്യാരക്ടറിന്റെ തന്നെ അതായത് യഥാർത്ഥ പേര് ഇപ്പോൾ എൻ്റെ അതിനകത്ത് പേരാണോ അതല്ല ഇപ്പൊ ഈ രംഗാന്നാണോന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടൊരു ആളുണ്ടായിരുന്നു, മനസ്സിലായോ? അയാളുടെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഇതാണ് ഈ രോമാഞ്ചം അല്ല ആവേശത്തിൽ പറയുന്നത്. രോമാഞ്ച സമയത്ത് ഈ ക്യാരക്ടർ ഇത്രയും ഡെവലപ്പ് ചെയ്ത ക്യാരക്ടർ എന്നുള്ള ഫീഡിങ് ഒക്കെ തന്നിരുന്നു ഇല്ല. അന്ന് ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ ഇൻസിഡന്റ് ഇപ്പൊ ഈ ആവേശം എന്ന് പറഞ്ഞ സിനിമയുടെ ഇൻസിഡന്റ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് റീലിൽ നടന്നു പിന്നെ അവർ വേറെ കഥയാക്കിയിട്ട് ഇത് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ അതറിയാം. പിന്നെ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ ഞാൻ 20 വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ എനിക്കത് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്ക് സുഹൃത്തുക്കളുണ്ട് അങ്ങനത്തെ ക്യാരക്ടേഴ്സ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാതെ. അപ്പോൾ ഇതിൽ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരാളാണ്, പക്ഷേ ഇയാൾ വന്നിട്ട് ഇങ്ങനെ ഒരു അബദ്ധമാണ് ഇതിനകത്ത് പറ്റുന്നതെന്ന് രോമാഞ്ചത്തിൽ പറഞ്ഞിട്ടാണ് നമ്മളത് ഇത് ചെയ്യുന്നത്. ആവേശം അന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ അൻവറിൻ്റെ ഒക്കെ അടുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡിസ്കഷനിലേക്ക് എന്ന് വെച്ചാൽ അവർ കഥ പറയുമ്പോഴല്ല അല്ലാതെ ജനറലി നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഇങ്ങനെ പറയുന്നതിൽ പുള്ളി പറഞ്ഞത് ആ ക്യാരക്ടറിൻ്റെ തന്നെ വേറൊരു നടന്ന മറ്റൊരു. അപ്പോൾ ഈ ഇൻസിഡൻറ്റ് എന്നോട് ഈ സജിൻ എൻ്റെ കോ പ്രൊഡ്യൂസറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് അതിൽ നിന്നാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് ഇതിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിരിക്കാം. അതാ ഈ ക്യാരക്ടറിന് തന്നെ ഫുൾ ഫ്ലെഡ്ജ് ഒരു പരിപാടി. ആദ്യം മോഹൻലാൽ ആലോചന അങ്ങനെ ഷെയർ ചെയ്തിരുന്നോ? ആദ്യം മോഹൻലാൽ എന്നുള്ള ആലോചന പറഞ്ഞിരുന്നു? ഇല്ല അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. ഇല്ല അങ്ങനൊന്നും അവർ ആലോചിച്ചായിട്ട് എനിക്കറിയില്ല. ഇല്ല അവരാദ്യമേ അതിനെ വെച്ചിട്ട് മോഹൻലാലിൻ്റെ അടുത്തേക്ക് പോകുന്ന ടൈപ്പ് ഒരു പരിപാടി അല്ലാതെ.
എനിക്കറിയില്ല എനിക്കില്ല കാരണം ഞാൻ അതിൻ്റെ എല്ലാ ഏരിയയിലൊന്നും അങ്ങനെ ഇരുന്നിട്ടില്ല, അറിയില്ല. അഞ്ചക്കള്ള കോക്കാൻ എല്ലാവിധ ആശംസകളും. താങ്ക് യു താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.